ചില സ്നേഹങ്ങൾ നമ്മളെ അമ്പരപ്പിക്കും. ചിലപ്പോൾ നമ്മളെ അത് ആഴത്തിൽ സ്വാധീനിക്കും. ചിലപ്പോൾ നമ്മളുടെ മാനസികാവസ്ഥയെ വരെ അത് തിരുത്തിയേക്കും. ഒരു വനിതാ സെമിനാറിൽ പങ്കെടുത്തു. വിഷയം സ്നേഹവും മാനസികാരോഗ്യവുമായിരുന്നു. അതിൽ പങ്കെടുത്തൊരു വീട്ടമ്മ, ഏകദേശം 50 വയസ്സോളം വരും, എൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ ജീവിതം പറഞ്ഞു. അവർ പറയുന്ന രീതി ഇങ്ങനെയാണ്: എൻ്റെ ഭർത്താവിന് വയറ്റിൽ ക്യാൻസർ ആയിരുന്നു സാറേ. ഡോക്ടർമാരൊക്കെ പറഞ്ഞ് ചികിത്സിച്ചാലും രക്ഷപ്പെടില്ല. പക്ഷെ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. ഏതെങ്കിലും വലിയ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിച്ച രക്ഷപ്പെടുമെന്ന്. ജീവിക്കാൻ അത്രയ്ക്ക് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ പൈസ വേണ്ടേ സാറേ? 4 സെൻറ്റും വീടും മാത്രമേ ഉള്ളൂ. അതെൻ്റെ പേരില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ വീട് വിൽക്കാമോ? ഞാൻ സമ്മതിച്ചു സാറേ. അദ്ദേഹം കരഞ്ഞു, സന്തോഷം കൊണ്ടാണ് കരഞ്ഞത്. അങ്ങനെ വീട് വിറ്റ് ഞങ്ങൾ അദ്ദേഹത്തെ ചികിത്സിച്ചു. 2 വർഷത്തിന് ശേഷം അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ. എനിക്ക് നടുവേദനയുള്ളതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. മകൻ കൊണ്ടുവരുന്ന ആ ഒരു സമ്പാദ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സാറേ, എന്നാലും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം, സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും വർഷങ്ങളോളം വസ്തുവിൻ്റെ തർക്കത്തിൻ്റെ പേരിൽ, സ്വർണത്തിൻ്റെ പേരിൽ കോടതി വരാന്തയിൽ തങ്ങളുടെ ജീവിതം പാഴാക്കുന്ന ഒരുപാട് പേരുണ്ട്. സൗഭാഗ്യങ്ങളുണ്ടായിട്ടും സ്വന്തം വീട്ടിൽ പരസ്പരം മിണ്ടാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒന്നപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളുണ്ടായിട്ടും വാശിയുടെ പേരിൽ സ്വന്തം ജീവിതത്തിൽ നിന്ന് സ്നേഹത്തെ മാറ്റി നിർത്തുന്ന ഒരുപാട് പേരുണ്ട്. അത്ര കളർഫുൾ ഒന്നുമല്ല ഈ വീട്ടമ്മയുടെ ജീവിതം. പക്ഷെ അവർ നമ്മളോട് പറയുന്നത് എന്താണ്? നമുക്ക് ജീവിതത്തിൽ ആദ്യം വേണ്ടുന്നത് സമാധാനമാണ്, രണ്ടാമത്തതോ ആരോഗ്യമാണ്, മൂന്നാമത്തതാണ് സാമ്പത്തികം. സമാധാനവും ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സ്നേഹത്തിൻ്റെ ആഴം സാധാരണക്കാരുടെ ഇടയിൽ വളരെ കൂടുതലാണ്. നമസ്കാരം.